ബാലചന്ദ്രൻ സ്റ്റാൻലിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നാളെ വീട്ടിലുണ്ടാവില്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് വെച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വരാം എന്ന് പറയുകയാണ്. അപ്പോൾ വേണ്ട, ഇവിടെ നിങ്ങൾ ആരാണെന്ന് അറിയിക്കാനുള്ള താല്പര്യം എനിക്കില്ല, അതുകൊണ്ട് ഞാനും തന്നെ അലീനയെ കൂട്ടിയിട്ട് അങ്ങോട്ട് വരാം. നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം പറഞ്ഞിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്. അലീനയ്ക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് അവളെ വേണ്ടാന്നുണ്ടെങ്കിലോ എന്നെ അറിയിക്കണം, ഞാൻ വന്ന് കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, മിസ്റ്റർ ബാലചന്ദ്രൻ, അതെൻ്റെ മകളാണ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്. മനു അങ്ങനെ അലീനയെ കൂട്ടിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് കയറുമ്പോൾ അവളുടെ കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ കൈ പിടിച്ച് വീട്ടിലേക്ക് കയറണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ റൊമാൻറ്റിക്കായിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ബാലചന്ദ്രൻ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അലീന ഇവിടുന്ന് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ഇവിടെ എൻ്റെ ഭരണമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടതും ബബിത ചോദിക്കുന്നുണ്ട്, അമ്മയുടെ അടുത്ത് ഇനിയും ഫൈറ്റ് ചെയ്യാനാണോ? അച്ഛാ, ഇനി അത് വേണ്ട, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം അച്ഛൻ ശ്രദ്ധിച്ച് കേൾക്കണം. അമ്മ വന്നിട്ട് നമ്മളെല്ലാവരും സന്തോഷമായിട്ട് കഴിയുന്ന ആ ടൈമിൽ നമുക്ക് അലീന ചേച്ചി തിരികെ കൂട്ടിയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനയ്ക്ക് ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ വല്ല ഗൾഫിലേക്കോ മറ്റോ ആണോ പോകുന്നത്, ഇവിടെ അടുത്തേക്കല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഒരു തമാശയൊക്കെ പറഞ്ഞ് മനുവും എല്ലാവരും കൂടെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വൈജയന്തി ബബിതയെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് അച്ഛനെക്കുറിച്ചും അലീനയെക്കുറിച്ചിട്ട് ഓരോ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. അലീന പോയി കഴിഞ്ഞാൽ അച്ഛനത് ഒരുപാട് വിഷമമാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിക്കാത്തത്. അമ്മ എപ്പോൾ വിളിച്ചാലും അച്ഛനെക്കുറിച്ചും അലീന ചേച്ചിയെക്കുറിച്ചും കുറ്റം പറയാൻ മാത്രമാണ് വിളിക്കുന്നത്. അത് പറയാനാണെങ്കിൽ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടെ വഴക്കൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ബബിത ദേഷ്യം വന്നിട്ട് ഫോൺ കട്ട് ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോൾ അലീന റൂമിലേക്ക് വരുന്നുണ്ട്. എന്താ പിണങ്ങിയിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ദേഷ്യം വന്നിട്ടാണെന്ന് പറയുന്നുണ്ട്. അമ്മേൻ്റെ അടുത്ത് ദേഷ്യപ്പെടേണ്ട, നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ അവരെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ആയുധം കൊണ്ടും വടി കൊണ്ടും നമ്മൾ ഉപദ്രവിക്കുന്നില്ല എന്നേ ഉള്ളൂ, വാക്കുകൾ കൊണ്ടും നമ്മൾ അവരെ മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, നീ നിൻ്റെ ദേഷ്യം കുറച്ച് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയുന്നത്, എനിക്ക് ഭയങ്കര അഹങ്കാരമാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രോഹി റൂമിലേക്ക് കയറി വന്നിട്ട് ബബിത ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ തലയണയൊക്കെ എടുത്തിട്ട് അടിക്കാനും തമാശ രീതിയിൽ അടിക്കാനൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് അലീന ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കിടക്കാൻ നേരം അലീനയുടെ റൂമിലേക്ക് കൃഷ്ണമോൾ വരുന്നുണ്ട്. വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നില്ല, എന്തോ പോലെ, ചേച്ചി ഇവിടെ നാളെ ഉണ്ടാവില്ല എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ചങ്ക് പിടയ്ക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സാരമില്ല, ഞാൻ വിളിക്കും, വീഡിയോ കോൾ ചെയ്യും ഒക്കെ ചെയ്യുമല്ലോ, പിന്നെന്താ പ്രശ്നം, ഞാൻ ഇവിടുന്ന് പോകുന്നേ ഉള്ളൂ, എൻ്റെ മനസ്സ് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് എൻ്റെ റൂമിൽ കിടക്കാം, അങ്ങോട്ട് പോകാം, നമുക്ക് നേരം വെളുക്കുന്നവരെ സംസാരിച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോളെ റൂമിലേക്ക് വിളിച്ചിരുത്തുന്നുണ്ട്. കൃഷ്ണ പറയുന്നുണ്ട്, അമ്മ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും തീരില്ല. അച്ഛൻ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്നത് അലീന ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്, അലീന ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അലീന ചേച്ചി ഇവിടെ നിന്ന് പോയാൽ അച്ഛൻ പൊട്ടിത്തെറിക്കും എന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും അലീനയ്ക്ക് ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.